ഇപ്പം ഞാൻ ഈ പുള്ളിയുടെ ചാനലും പേരും ഞാൻ പറഞ്ഞാൽ ഞാൻ എന്തായാലും പുള്ളിയുടെ അത്ര അങ്ങനെ താഴ്ന്ന് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഹൈ ഫ്രണ്ട്സ്, എപ്പിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ഞാൻ ഇന്നത്തെ പോലെ ഡെയിലി വീഡിയോസും കാര്യങ്ങളല്ല ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചിലരെങ്കിലും കണ്ടു കാണും. ഞാൻ 2 ദിവസം മുന്നേ ഈ ബോണ ബിയേഡ് ഓയിലിനെ പറ്റി ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പ്രോഡക്റ്റ് റിവ്യൂ ഒന്നും അല്ല, പ്രോഡക്റ്റ് എൻ്റെ കയ്യിലില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഡക്റ്റ് റിവ്യൂ ഞാൻ അറിഞ്ഞതും പേഴ്സണൽ ആൾക്കാർ യൂസ് ചെയ്യണതും അവരറിവും കാര്യങ്ങളും വെച്ചിട്ടാണ് പ്രോപ്പറായിട്ട് മുഴുവനിരുന്ന് അത് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പം സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ഉറങ്ങാൻ കിടന്ന 1 മണിയൊക്കെ ആയപ്പോൾ ഉറങ്ങാൻ പറന്ന് കമൻറ്റ് വരിയിരുന്നു. അതായത് ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ക്രിയേറ്ററിൻ്റെ നിന്ന് പറന്ന് എനിക്ക് കമൻറ്റ്സ് വന്നു തുടങ്ങി. അപ്പം ആ കമൻറ്റ് കണ്ടപ്പോൾ എന്നെന്തോ ഞാൻ തെറ്റിദ്ധാരണകൾ, അതായത് ഈ പ്രോഡക്റ്റിനെ പറ്റി തെറ്റിദ്ധാരണകൾ നിങ്ങളിലേക്ക് അടിച്ച് നിങ്ങളിലേക്ക് ഏൽപ്പിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ആ കമൻറ്റും കാര്യങ്ങളും വായിച്ചപ്പം. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ കൂട്ടുകാർക്ക്, അതായത് എൻ്റെ സുഹൃത്തുക്കൾക്ക്, അവർക്കൊക്കെ അറിയാം ഞാൻ എന്തിനെക്കുറിച്ച് പറഞ്ഞാലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ അതെനിക്കൊരു വിഷമമായി. ഈ ഒരു കമൻറ്റും കാര്യങ്ങളും കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. കാരണം ഞാൻ തെറ്റിദ്ധാരണകൾ ഒരിക്കലും ഞാൻ നിങ്ങളുമായിട്ട് സ്പ്രെഡ് ആക്കാൻ നോക്കിയിട്ടില്ല. മാത്രമല്ല, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ചിലരെങ്കിലും ആ കമന്റ് കണ്ടിട്ട് തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആ കമന്റ്, അതായത് എൻ്റെ വന്ന കമന്റ് ചെയ്തേക്കുന്നത് ഈ ഒരു ബിയേഡ് ഓയിൽ, ഈ പോണ എന്ന് പറയുന്ന ബിയേഡ് ഓയിലിന്റെ ഡീലറിന്റെ അടുത്ത് നിന്നാണ് എനിക്കൊരു കമന്റ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാം, ആ വീഡിയോയിൽ ഞാൻ ഒരിക്കലും പറയണില്ല ഈ പോണ ബിയേഡ് ഓയിൽ യൂസ് ചെയ്താൽ താടി വരത്തില്ല എന്ന് ഞാൻ പറയില്ല. അതിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ ബോണ ബിയേഡ്, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കണ്ടു നോക്കാം കാണാത്തവർക്ക്. ബോണ ബിയേഡ് ഓയിൽ നല്ല ഓയിലാണ്, തേച്ചാൽ റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്ന ആൾക്കാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിൽ മിനോക്സൈഡ് എന്ന് പറഞ്ഞ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഇപ്പം നിങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചോദിച്ചാലും ഡോക്ടേഴ്സ് ഇത് തന്നെ പറയും, നിങ്ങൾ അതിന് റബ്ബ് ചെയ്യാൻ പാടില്ല, നിങ്ങളുടെ മുഖം സ്കിന്നൊക്കെ ചുളുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ ബോണ ബിയേഡ് ഓയിൽ യൂസ് ചെയ്യണ പലരും മറ്റുള്ള ബിയേഡ് ഓയിലൊക്കെ യൂസ് ചെയ്ത ആൾക്കാരായിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ അവർ അതൊക്കെ യൂസ് ചെയ്യണം എങ്ങനെയാണ്, കയ്യിൽ തേച്ചിട്ട് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഈ മിനോക്സൈഡിനെ ഡീൽ ചെയ്യാൻ നിന്ന്, അതായത് നിങ്ങൾ ഈ മിനോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് മസാജ് ചെയ്താലൊക്കെ പ്രശ്നമാവും. നിങ്ങളെ കവളിലൊക്കെ ചുളുങ്ങാനും തൊലി ചുളുങ്ങാനും റാഷസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മീശയിൽ ഇങ്ങനെ പുരട്ടുമ്പം നിങ്ങൾക്ക് ശ്വസിക്കുമ്പോൾ തലവേദന. ഞാൻ ഇതൊക്കെ പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ ഞാൻ പറയില്ല പ്രോഡക്റ്റ് ഒരിക്കലും നിങ്ങൾക്ക് റിസൾട്ട് തന്നില്ല എന്നൊന്നും പറയില്ല. നല്ല പ്രോഡക്റ്റ് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ഈ ബോണ ബിയേഡ് ഓയിൽ നല്ല പ്രോഡക്റ്റ് ആണ്, ഞാൻ അത് പ്രൂവ് ചെയ്ത കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പം ഈ വീഡിയോ ഫുള്ള് കാണാണ്ട് ഇതിൻ്റെ ഒരു ഡീലർ എനിക്ക് ഇട്ട കമന്റാണ് നിങ്ങൾക്ക് വായിച്ച് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ ഞാൻ എന്തായാലും ചാനലിന്റെ പേരും അതൊന്നും ഞാൻ പറയാനില്ല. കാരണം ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന 10 പേർക്കാണെങ്കിലും എൻ്റെ അടുത്ത് നല്ല ഒരു സ്നേഹമുള്ള ആൾക്കാരാണ്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് എന്നെ ബ്രോ എന്ന് വിളിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ചാനലും പേരും ഞാൻ പറഞ്ഞാൽ ഞാൻ എന്തായാലും പുള്ളിയുടെ അത്ര അങ്ങനെ താഴ്ന്ന് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പൊ ഈ പേര് പറഞ്ഞാൽ നിങ്ങളിൽ 10 പേരെങ്കിലും പോയി ആ ചാനലിൽ തെറി വിളിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ പേര് പറയില്ല. അപ്പം എന്താണ് കമന്റ് എന്ന് വായിച്ചുതരാം. ഇവനെ വ്യൂസിനെയും സബ്സ്ക്രൈബും കൂട്ടാനുള്ള മെയിൻ ടോപ്പിക് തന്നെ താടിയാണ്. ഒരു ടോപ്പിക്ക് കിട്ടാതിരുന്നപ്പോൾ ഇവൻ യൂസ് ചെയ്യാത്ത ഒരു പ്രോഡക്റ്റിനെ പറ്റി സംസാരിക്കുന്നു. എൻ്റെ ഫ്രണ്ട്സ്, ഞാനൊക്കെ ഇത് യൂസ് ചെയ്ത് താടി വന്നിട്ട് 3 years ആയി. എനിക്ക് എൻ്റെ താടി കാണണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ലിങ്ക്, എന്നിട്ട് 2 years ആയി ഞാൻ സെയിൽ ചെയ്യുന്നു. ഇന്ന് വരെ ഇവൻ പറഞ്ഞ ഒരു സൈഡ് എഫക്റ്റ് എൻ്റെ കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടില്ല എന്ന് ഈ പുള്ളി പറയുന്നു. പിന്നെ അടുത്ത താഴത്തെ കമന്റ്, എൻ്റെ നമ്പർ ഇതാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ നമ്പർ ഞാൻ ക്ലിയർ ആക്കി തരാം. എൻ്റെ ഒരു കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോ എടുത്ത് നോക്ക്, എൻ്റെ താടിയെ നോക്ക് എന്ന് പറയുന്നു. അപ്പം എനിക്ക് മനസ്സിലാവാത്തത്, ഇപ്പം ഞാൻ ഈ പുള്ളിയുടെ വീഡിയോ മുന്നേ കണ്ടത് തന്നെയാണ്. അപ്പം എനിക്ക് ഇപ്പം സംശയം തോന്നുന്ന വേറൊന്നുമല്ല. ഈ പുള്ളി പറയണമെന്ന് വെച്ചാൽ ഈ പുള്ളി യൂസ് ചെയ്ത് ഈ ഒരു ബിയേഡ് ഓയിൽ യൂസ് ചെയ്ത് പുള്ളിക്ക് താടി വന്നു. അപ്പം ഈ പുള്ളി ഇത് യൂസ് ചെയ്ത് താടി വന്നതിന് ശേഷം പെട്ടെന്ന് ഇത് എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയ, അതായത് ഇതൊരു ബിസിനസ് ആക്കിയ പുള്ളി. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇതൊന്നും ഞാൻ തിങ്ക് ചെയ്യാത്ത കാര്യമാണ്. ഈ പ്രോഡക്റ്റ് നല്ലൊരു പ്രോഡക്റ്റ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ പുള്ളി അടിച്ചേപ്പിക്കുന്നു ഞാൻ തെറ്റ് സ്പ്രെഡ് ചെയ്യണമെന്ന്. എനിക്ക് വ്യൂസും കണ്ടന്റും ഇല്ലെന്ന് പറയാൻ ബ്രോ ആരാണ് ബ്രോ? എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കയറി നോക്കി അറിയാം. ഞങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം എല്ലാത്തിനെ പറ്റിയും വീഡിയോസ് ചെയ്യുന്ന ആളാണ് ഞാൻ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിക്കും ഇതിനെപ്പറ്റി. ഇപ്പം കറ്റാർവാഴ, അതായത് ആലോവേറനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ മാർക്കറ്റിൽ പോയിട്ട് ഈ ആലോവേറ ഒന്നും വിൽക്കുന്ന ആളല്ല. ഇതിനെപ്പറ്റി ഒരു ബിസിനസ് കാര്യങ്ങൾ ചെയ്യുന്ന ആളല്ല ഞാൻ. അപ്പം എനിക്ക് എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയാനുണ്ടെങ്കിൽ ഞാൻ ഓപ്പൺ ആയിട്ട് അങ്ങ് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരാളാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു പ്രോഡക്റ്റ് നല്ലത് തന്നെയായിരിക്കും, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് നല്ലത് തന്നെയായിരിക്കും. പക്ഷേ ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഡീലേഴ്സ്, അപ്പം ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഡീലേഴ്സിന് നമ്മൾ ചില ആൾക്കാർ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതായത് ഞാൻ ഇപ്പം ആ പ്രോഡക്റ്റ് കൊള്ളൂലെന്നൊന്നും അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ പയ്യൻ്റെ അടുത്ത് ഞാൻ അതിനെ പറ്റിയേ സംസാരിച്ചില്ല. ഞാൻ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക്, എൻ്റെ സബ്സ്ക്രൈബ് വേണ്ടി ചെയ്യണത്
അവർക്ക് ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് ഉത്തരവാദി ഞാൻ തന്നെയായിരിക്കും. നിങ്ങൾക്ക് അറിയാം, എൻ്റെ കൂട്ടുകാർ ഇപ്പോൾ ഈ വീഡിയോസ് കാണാൻ എല്ലാവരും എൻ്റെ കൂടെ പേഴ്സണലായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. അവരുടെ എല്ലാ സംശയങ്ങളും ഞാൻ മാറ്റി തരുമ്പോൾ അവർ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഒരിക്കലും നിർത്തലും വീഡിയോസ് എന്ന് പറയാം, അല്ലാതെ വേറെ ഒരു കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടല്ല. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കമന്റും കാര്യങ്ങളൊന്നും ഇടാൻ വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നു. ഒരു നിവർത്തിയില്ല എന്നെ കൊണ്ട് വീണ്ടും കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത കമന്റ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഞാൻ കണ്ടപ്പം അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. വീണ്ടും എഡിറ്റ് ചെയ്ത് വീണ്ടും ഒരു കമന്റ് ഇട്ട് എൻ്റെ നമ്പർ ഇതാണെന്നുകൊണ്ട് അവനെ ഞാൻ ക്ലിയർ ആക്കി തരാം. എൻ്റെ ഒരു കസ്റ്റമേഴ്സ് ഇങ്ങനെ ഒരു ഇഷ്യൂസ് പറഞ്ഞിട്ടില്ല. എൻ്റെ വീഡിയോ എടുത്ത് നോക്ക്, എൻ്റെ താടിയും എൻ്റെ കസ്റ്റമേഴ്സ് വീഡിയോ കാണാം. ഇവനെ തന്നെ ഇത് യൂസ് ചെയ്തെന്ന് എവിടെയോ ചെയ്യുന്നത്. ഇവൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ ഓക്കെ, ഇതിപ്പോൾ എന്തോ നാളെ. അപ്പോൾ എനിക്ക് ബ്രോയുടെ ചോദിക്കാനുള്ളത്, നമ്മളൊരു സാധനം യൂസ് ചെയ്യും. ഇപ്പം ഞാൻ ഒരു കത്തിനെ അല്ലെങ്കിൽ ഒരു തോക്കിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. അപ്പോൾ ഈ കത്തിയാണെങ്കിൽ ഞാൻ ഒരാളെ കുത്തി കൊന്നിട്ട് വേണോ ആ ഒരു സംഭവം പരിചയപ്പെടുത്താൻ? അല്ല, ഇപ്പോൾ ഒരു തോക്ക്, ഒരു പിസ്റ്റൽ എടുക്കണം. അപ്പം പിസ്റ്റലിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഇപ്പം വീഡിയോസും കാര്യങ്ങളും ചെയ്യണമെങ്കിൽ പിസ്റ്റൽ വെച്ച് ഒരാളെ വെടിവെച്ച് കൊന്നിട്ടാണോ എനിക്കത് പറയാനുള്ളത്? അപ്പോൾ ഒരു പെണ്ണിൻ്റെ കാര്യം, പെണ്ണിനെ പ്രേമിക്കുന്ന കാര്യം അല്ലെങ്കിൽ ലവ് ഫെയിലിയറോ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരണമെങ്കിൽ ഞാൻ എന്ത് പോയി ഒരു പെണ്ണിനെ പ്രേമിച്ച് ലവ് ഫെയിലിയർ ആയിട്ട് മാത്രമേ നമുക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമില്ല. ന്യായം നമുക്ക് എവിടെ കണ്ടാലും, എന്തിനെ കുറിച്ച് നമ്മൾ ന്യായം കണ്ടാലും അതിനെക്കുറിച്ച് പറഞ്ഞു തരണം. തട്ടി കേക്ക് തന്നെ വേണം. ഞാൻ ഇതിനെപ്പറ്റി ഒരു മിസ്റ്റേക്കും കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. ബ്രോ പോയി ആ വീഡിയോ നേരെ കാണും, പോയി നേരെ ആ വീഡിയോ കണ്ടിട്ട് മാത്രം എൻ്റെ അടുത്ത് സംസാരിക്കാൻ നിൽക്കുക. അല്ലാണ്ട് നീ വാ പോ കോപ്പ് അങ്ങനെയൊന്നും വിളിക്കേണ്ട കാര്യം അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് നൈസായിട്ട് അങ്ങ് ഡീൽ ചെയ്ത് പോകണം. നിങ്ങളെ പ്രോഡക്റ്റിന് നല്ലതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു വീഡിയോ ഇടുമ്പോൾ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ 3/4 ഒക്കെ നിങ്ങൾ കേട്ടിട്ട് ചുമ്മാ സംസാരിക്കാൻ നിൽക്കില്ല. അപ്പം ഇങ്ങനെ നിങ്ങൾ നിലവാരമില്ലാത്ത വാക്കുകൾ അല്ലെങ്കിൽ നിലവാരമില്ലാത്ത സംസാരങ്ങളും കാര്യങ്ങളും ചെയ്യുമ്പോൾ നിങ്ങളെ പ്രോഡക്റ്റിൻ്റെ നിലവാരമാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് അതേ പറയാനുള്ളൂ. ഈ ബോണ ബിയർഡ് ഓയിൽ നല്ല ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിയർഡ് ഓയിലാണ്. ഞാൻ ഇപ്പം ബ്രോയുടെ അടുത്ത് ഞാൻ ഒന്നും പറയാനില്ല, കാരണം ബ്രോയുടെ സ്റ്റാൻഡേർഡ് പോലെ സംസാരിച്ച് ബ്രോ പറഞ്ഞ പോലെയൊക്കെ ഞാൻ തിരിച്ച് പറയാൻ നിന്നാൽ ഞാനും ബ്രോയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അപ്പം അടുത്തൊരു കമൻറ്റ് ഇട്ടിരിക്കുന്ന ഒരു കമൻറ്റാണ്, ആഫ്റ്റർ സൈഡ് എഫക്ട്സ് ഒരു ഫ്രണ്ടിൻ്റെ അവൻ കമൻറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ താഴെ തന്നെ ഇവൻ പോയിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ആഫ്റ്റർ സൈഡ് എഫക്ട്സ് പൊളിയായിരിക്കും. ഐ ഹാവ് എ ലോട്ട് ഓഫ് കസ്റ്റമേഴ്സ് ഓഫ് minoxidil after side effects customer so don't use minoxidil and mintop directly എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ പറയണ തന്നെ എനിക്ക് നേരെ മനസ്സിലാവില്ല. സൈഡ് എഫക്റ്റ് പൊളിയായിരിക്കും. എന്ത് സൈഡ് എഫക്റ്റ് ആണ് ബ്രോ? എന്ത് സൈഡ് എഫക്റ്റ് ആണ്? സൈഡ് എഫക്റ്റ് ഉള്ളവർക്ക് യൂസ് ചെയ്യേണ്ട, മിനോക്സൈഡിലും ഒന്നും യൂസ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം ഈ ബോണ ബീഡ് ഓയിലും മിനോക്സൈഡിൽ തന്നെയാണ്. അവരെ 2-3 തെറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തുള്ളൂ. മസാജ് ചെയ്യാൻ പാടില്ല, മൂക്കിൻ്റെ താഴെ തേക്കാൻ പാടില്ല. ഞാൻ നിങ്ങളൊന്നും ഒരിക്കലും മിസ്ലീഡ് ചെയ്യൂല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യത്തിനൊക്കെ ഞാൻ ഗ്യാരണ്ടിയാണ് ഗൈസ്. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്യാനൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ അടുത്ത് ചോദിക്കുന്ന കാര്യങ്ങൾ ഞാൻ അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. എല്ലാവരും യൂസ്ഫുൾ എന്നും പറയണമുണ്ട്, ഒരു തെറ്റും പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ യൂട്യൂബ് ഫാമിലിയിൽ നമുക്ക് പുതുതായിട്ട് ആൾക്കാർ ജോയിൻ ചെയ്യണ എൻ്റെ വീഡിയോസും കാര്യങ്ങളും കണ്ടിട്ടാണ്. അപ്പം അങ്ങനെ കണ്ടിട്ട് ജോയിൻ ചെയ്യണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർ വീണ്ടും എൻ്റെ വീഡിയോസ് കാണുന്നത്. അല്ലാണ്ട് ഞാൻ ഇപ്പം ഈ പ്രോഡക്റ്റിനെ പറ്റി ഇപ്പം മിനോക്സൈഡിലാവട്ടെ ഡെർമാ റോളറാവട്ടെ ഇതിനൊന്നും ഞാൻ സെയിൽ ചെയ്യണില്ല. ഇതിനൊന്നും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കയ്യിൽ നിന്നൊന്നും ഞാൻ കാശ് വാങ്ങിച്ചിട്ടില്ല. അതും ബ്രോ മനസ്സിലാക്കണം. ബ്രോ ചെയ്യണം എന്തെന്ന് വെച്ചാൽ, ബ്രോ ഇതൊരു ബിസിനസ്സാണ്. അതായത് ബ്രോയ്ക്ക് ഓൾറെഡി താടിയുണ്ട്. ബ്രോയുടെ നമുക്ക് പിരിവും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഇതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ അറിയാം നമുക്ക്. അപ്പോൾ ബ്രോയ്ക്ക് ഓൾറെഡി പിരിവും എല്ലാം നല്ല തിക്കായിട്ടുള്ള പിരിവൊക്കെ ഉണ്ട്. ബ്രോയ്ക്ക് നോർമലായിട്ട് താടി വന്നതായിരിക്കും. പക്ഷെ ബ്രോ പറയണതെന്ന് വെച്ചാൽ, ബ്രോ സെല്ലറുമാണ്. ഈ മരുന്ന് തന്നെ തേച്ച് ബ്രോയ്ക്ക് താടി വന്നെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇത് യൂസ് ചെയ്ത ഉടനെ ബ്രോയ്ക്ക് താടി വരികയും ചെയ്ത് ബ്രോ ഇതിൻ്റെ സെല്ലറും ആയി എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ ഒരിക്കലും മാച്ച് ആവത്തില്ല, സെറ്റേ ആവില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാരടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഒരിക്കലും ബ്രോയിനെ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും അല്ല പറയുന്നത്. ഒരു പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണെങ്കിൽ അത് കണ്ടറിഞ്ഞ ആൾക്കാർ വരും ബ്രോ. നമ്മൾ ഒരിക്കലും ഇങ്ങനെയൊന്നും വേറെ യൂട്യൂബേഴ്സിൻ്റെ ഇത് താഴെ പോയിട്ടൊന്നും നമ്മൾ അവരെ അടിച്ച് താഴ്ത്തി നിങ്ങളൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ വീഡിയോസ് ഞാൻ ഇടുന്നത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ബ്രോയുടെ അടുത്ത് പറയാനുള്ളത്, ഇനി ഇതേപോലുള്ള കമൻറ്റ് ദയവ് ചെയ്ത് ഇടാണ്ടിരിക്കണം, തെറ്റിദ്ധരിപ്പിക്കലും. ഇപ്പം മാന്യത കൊണ്ടാണ് ഞാൻ ബ്രോയുടെ ചാനലിൻ്റെ പേരും കാര്യങ്ങളൊന്നും ഞാൻ പറയാത്തത്. അപ്പം എന്തായാലും ഞാൻ താടി വീഡിയോ ചെയ്യണതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല. കാരണം ഓരോ വീഡിയോ ഞാൻ ചെയ്ത് പോകുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ കൂടി വരും. നിങ്ങളുടെ സംശയങ്ങൾ, പുതിയ സംശയങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും. എന്നിട്ട് ബ്രോ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറയും. എൻ്റെ അടുത്ത് ഇപ്പം ലിസ്റ്റ് നിൽക്കുകയാണ്. കുറേ ഡൗട്ടുകൾ ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ ഇനി ചെയ്യണോ വേണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇങ്ങനത്തുള്ള കമൻറ്റ്സും കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഇങ്ങനെ ഒരുത്ത കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ 2 പേര് കമൻറ്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ താടി വീഡിയോ ഒരിക്കലും നിർത്താൻ പോകുന്നില്ല. അങ്ങനെ ഉദ്ദേശിച്ച ആരും ഒരു കമൻറ്റ് ഇടണ്ട. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ വേണ്ട ബ്രോ എന്ന് പറയാം. അപ്പം ഞാൻ എന്തായാലും ഞാൻ വീഡിയോയും കാര്യങ്ങളും നിർത്തും. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ഈ വീഡിയോയും എൻ്റെ ചാനലും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണും വരയ്ക്കും. ബൈ.